ഗർഭകാല സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള പരിചരണത്തിനും വേണ്ടി മാത്രമുള്ള സെക്ഷനാണ് ആൻറ്റിനേറ്റൽ കെയർ അഥവാ ഗർഭകാല പരിചരണം. മിക്കവാറും ആദ്യത്തെ പ്രഗ്നൻസിയിലാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. കാരണം ഒരാൾ പുതിയതായിട്ടാണ് അമ്മയാകുന്നത്. അവർക്ക് എന്ത് പ്രതീക്ഷിക്കണം, എന്ത് നോർമലാണ്, എന്ത് അബ്നോർമലാണ് ഒന്നും അറിയത്തില്ല. ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിഷമതകൾ ഛർദിൽ, മനം പെരട്ടൽ, ഛർദിലില്ലാത്തവർക്ക് മനം പെരട്ടൽ വരാം, ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ, എപ്പോഴും മൂത്രം പോകണമെന്ന് തോന്നുക, ബ്രസ്റ്റ് പെയിൻ, വോമിറ്റിംഗ് വരാനുള്ള കാരണം ഈ ഹോർമോണിലെ വ്യതിയാനമാണ്. ഈ ബീറ്റാ-HCG എന്ന് പറഞ്ഞാൽ അതേ ഹോർമോൺ തന്നെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് വോമിറ്റിംഗ് വരുന്നത്. അപ്പോൾ ആഹാരം ഒന്ന് ക്രമീകരിച്ച് കുറച്ച് ആഹാരം ചെറിയ ഇടവേളകളിൽ കഴിക്കുന്നത് ഈ ഛർദിലിനെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ, അത് ഈ ഗർഭപാത്രം വലുതാകുന്നതിനനുസരിച്ച് ഈ ബ്ലാഡറിനെ കംപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് ചിലർക്ക് തോന്നാം, സ്പെഷ്യലി ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അങ്ങനെ ഉള്ളപ്പം പക്ഷേ മൂത്രം ഒഴിക്കാതിരുന്നാൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ചിലർക്ക് പീരിയഡ്സ് വരുന്ന പോലെ തോന്നാം, അതൊരു നോർമലായിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ അതിൽ കൂടുതലായിട്ട് നമുക്ക് വയറുവേദന, സ്പെഷ്യലി ഇടുപ്പിൻ്റെ വശങ്ങളിൽ മെയിനായിട്ടുള്ളത് ബ്ലീഡിങ് അഥവാ സ്പോട്ടിങ്. ഫ്രാങ്ക് ബ്ലീഡിംഗ് ആയിട്ടില്ല, സ്പോട്ടിങ് മാത്രമേ ഉള്ളെങ്കിൽ പോലും നമ്മൾ ഡോക്ടറെ കണ്ട് ഒരു സ്കാൻ ചെയ്ത് ഇത് പ്രഗ്നൻസി നോർമലാണോ ഇല്ലയോ എന്ന് നോക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഗർഭപാത്രത്തിനുള്ളിലല്ലാതെ തന്നെ ചിലപ്പോൾ ഗർഭം ജനിച്ചെന്നിരിക്കാം. അത് മദറിനെ സംബന്ധിച്ച് ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്. അപ്പോൾ പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഒരു വിസിറ്റ് വേണം. പിന്നെ 7 മാസം വരെ മാസത്തിലൊരിക്കൽ, 7 മാസം കഴിഞ്ഞിട്ട് 9ാം മാസത്തിന് തുടക്കം വരെ 2 ആഴ്ച കൂടുമ്പോഴൊരിക്കലും, 9 മാസം തൊട്ട് പ്രസവിക്കുന്നതിന് വരെ ആഴ്ചയിലൊരിക്കലും. ആദ്യത്തെ 3 മാസം നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കും. അത് കുഞ്ഞിന്റെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വളർച്ചയ്ക്ക് വേണ്ടിയാണ്. പ്രിഫറബിളി ഈ ഫോളിക് ആസിഡ് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന പീരീഡിൽ തന്നെ എടുത്തു തുടങ്ങിയാൽ വളരെ നന്നായിരിക്കും. ക്വാണ്ടിറ്റി കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ്, ഫോർ എക്സാമ്പിൾ വറുത്തത്, പൊരിച്ചത്, ഇതൊക്കെ മധുരങ്ങൾ, ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് മദറിനോ കുഞ്ഞിനോ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിൽ സാലഡ്സ് ധാരാളമായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക. ഒരു ഹെൽത്തി ഡയറ്റ് കഴിക്കുന്നവർക്ക് യൂഷ്വലി നമുക്ക് അമിതവണ്ണം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി, വേറെ ഡയബറ്റിസ് പോലുള്ള അസുഖങ്ങളും ഒഴിവാക്കി ഒരു ഹെൽത്തി ഔട്ട്കം തന്നെ കൊണ്ടുവരാൻ സാധിക്കും. പ്രഗ്നൻസിയുടെ ഏത് സമയത്ത് ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ കണ്ടാലും അത് അബ്നോർമലാണ്. NMCയിൽ തന്നെ നമുക്ക് മദേഴ്സിന് വേണ്ടി ആന്റിനേറ്റൽ ക്ലാസ്സസ് നടത്താറുണ്ട്. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ, ചെയ്തുകൂടാത്ത കാര്യങ്ങൾ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. കുറച്ച് യോഗ പോസസ് ഉണ്ട്, പിന്നെ 20 to 30 മിനിറ്റ്സ് നടക്കാൻ പോകാവുന്നതാണ്. ഇങ്ങനെ വ്യായാമം ചെയ്യുന്നത് വെച്ച് ശരീരം അയയുകയും എളുപ്പത്തിൽ പ്രസവം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവസാനത്തെ 3 മാസങ്ങളിൽ ഒരു സാധാരണഗതിയിലുള്ള വ്യായാമങ്ങളും ഒരു ഹെൽത്തി ഡയറ്റും ഫോളോ ചെയ്യുന്നവർക്ക് നോർമൽ ഡെലിവറിയിലേക്ക് എത്താനുള്ള വഴി സുഗമമായി തീർക്കുന്നു.